ഹലോ കൂട്ടുകാരെ, ഇത് കണ്ടോ ഞങ്ങളുടെ മഴക്കാലത്തെ പൂക്കൾ കണ്ടോ കൂട്ടുകാരെ? ആന്തൂറിയൊക്കെ നല്ല ഭംഗിയായി പൂ ഉണ്ടായിട്ടുണ്ട് ഉണ്ടോ? തണലത്ത് വെക്കണമെന്ന് മാത്രം. വെയിൽ കൊള്ളുന്നിടത്ത് വെക്കരുത്, വെയിൽ കൊള്ളുന്നിടത്ത് വെച്ചാൽ പൊള്ളിപ്പോകും കേട്ടോ കൂട്ടുകാരെ. ഇത് കലാഞ്ചിയെ കണ്ടോ, നല്ല ഭംഗിയല്ലേ? ഇത് ഡെയ്സിയുടെ വെള്ളയുണ്ട്, ഈ കളറും ഉണ്ട്, നല്ല ഭംഗിയല്ലേ? ഇത് ശംഖുപുഷ്പം ഇവിടെ 3 തരമുണ്ട്. വെള്ള ശംഖുപുഷ്പം, വയലറ്റ്, നീല. ഇതിൻ്റെ പേര് മറന്നുപോയി. നല്ല രസമല്ലേ? ചെറിയ അല്ലിയായിട്ടുള്ള പൂക്കൾ. ഇത് കട്ട ബാൾസം, റോസപ്പൂ പോലെ കണ്ടോ, നല്ല ഭംഗിയല്ലേ? ഇത് വേറൊരു സൈസ് കട്ട ബാൾസം, ഡബിൾ പെറ്റൽ കണ്ടോ, റോസപ്പൂ പോലെ തന്നെ. റോസാപ്പൂവിനേക്കാൾ എത്രയോ രസമാണിത്. ഇത് മുള്ളില്ല, അതുകൊണ്ട് നല്ല രസമല്ലേ? റോസപ്പൂവിന് മുള്ളല്ലേ പിടി. ബാൾസം ഇത് മഴയത്ത് നട്ടാൽ നല്ലപോലെ പിടിക്കും. അത് നട്ടിട്ട് അത് മടലിൽ നട്ടിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഷെയ്ഡി വെക്കുക. 5 ദിവസം കഴിഞ്ഞ് പിന്നെ വെള്ളം ഒഴിക്കാവൂ, അപ്പോൾ അത് പിടിച്ചിരിക്കും. എപ്പോഴും വെള്ളം കോരി ഒഴിച്ചാൽ അത് പിടിക്കുകയില്ല, അഴുകിപ്പോവും. എത്ര ഭംഗിയാന്ന് നോക്ക്. ഇങ്ങനെ മഴക്കാലത്തും പൂവുണ്ടായി, മഴയത്തും വേനൽക്കും എല്ലാം പൂവുണ്ടാവും. ഇത് വെള്ള ബാൾസം കണ്ടോ, നല്ല രസമല്ലേ? ഉണ്ടോ, റോസപ്പൂ പോലെ തന്നെ നല്ല ഭംഗിയല്ലേ കൂട്ടുകാരെ? ഇളം റോസപ്പൂ പോലെ കട്ട ബാൾസം. ഇതാണ് കട്ട ശംഖുപുഷ്പം കണ്ടോ, ഡബിൾ പെറ്റൽ. എത്ര ഭംഗിയാന്ന് നോക്ക്. ഉണ്ടോ, എന്നാ കളറല്ലേ? വയലറ്റ് കളർ. നല്ല വെയിൽ വേണം, അപ്പം നല്ല തിളക്കമുള്ള കളറാവും. ഇതൊരു ചെറിയ തൈയാണ്, അടുത്ത വീട്ടുകാർ തന്നാണ്. ഇത് നല്ല രസമുണ്ട്, മഞ്ഞ ബാൾസം, കട്ട ബാൾസം. വെള്ള ബാൾസം പോയതായിരുന്നു, തീരെ ചെറുതായിരുന്നപ്പോഴേ പോയി. എന്നിട്ട് ഞാനില്ലേ വെളുത്തുള്ളി വേപ്പെണ്ണ മിശ്രിതം തളിച്ച് അത് തളിർത്തു വന്നു. ഇത് 10 മണി കണ്ടോ, നല്ല രസമല്ലേ? 10 മണി ഒരിക്കലും മഴ കൊള്ളിക്കരുത്, അത് ഷെയ്ഡി വെക്കണം. ഇത് മഞ്ഞ റോസ. ഓറഞ്ച് കളർ റോസ, നല്ല രസമല്ലേ? ഇത്രയും ചെറിയ ശംഖുപുഷ്പമായിരുന്നേ. ഇതിൻ്റെ വിത്തുണ്ടാകുമ്പോൾ അത് നട്ടാൽ മതി, ധാരാളം ഉണ്ടാവും. വെയിലുള്ളിടത്താണ് നല്ല കളർ വരും, വെയിൽ കുറഞ്ഞിടത്താണ് കളർ കുറഞ്ഞ് വരും. ഒരൊറ്റ വള്ളിയേ ഉള്ളൂ, ഇനി അത് വളർന്നു വരും, എന്നാലും അത് പൂത്തു. ഇങ്ങനെ മഴക്കാലമായിട്ടും ഉണ്ടാകുന്നുണ്ട്, ചെറിയ വെളിച്ചമൊക്കെ വന്നപ്പോഴേ. ഇത് ആമ്പൽ ഉണ്ടാവും, 2 സൈസ് ആമ്പലുണ്ട്. ഈ വയലറ്റ് ആമ്പൽ നല്ലതല്ലേ? സൂര്യന് ഉദിച്ചു വരുന്ന പോലെ തോന്നും, ഉണ്ടാവും. രണ്ട് കളറാണ് നട്ടേക്കുന്നത്. ഇത് മേടിച്ചിട്ട് ഒത്തിരി 2-3 വർഷമായി. പക്ഷേ അവിടെ വെയിലില്ലായിരുന്നു, അതുകൊണ്ട് ഞാനിങ്ങനെ വെയിലത്ത് കൊണ്ടുവന്ന് വേറൊരു കുളത്തിലോട്ട് നട്ടു. അപ്പോൾ നല്ലപോലെ ഉണ്ടായി. 150 രൂപ കൊടുത്ത് മേടിച്ചാണ്. ഇതുകൊണ്ട് ഡെയ്സിക്ക് കുറേ തൈകളുണ്ടായിട്ടുണ്ട്. കലാഞ്ചിയ പല കളറുണ്ട്, പക്ഷേ എനിക്കിവിടെ ചുമപ്പ് മാത്രമേ ഉള്ളൂ. റോസപ്പൂ കണ്ടോ, റെഡ് കളർ, നല്ല ഭംഗിയല്ലേ? 5-6 റോസപ്പൂ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ കൂട്ടുകാരെ? ഇത് ബാൾസം, ഹൈബ്രിഡ് ബാൾസം. ഹൈബ്രിഡാന്ന് തോന്നുന്നു. 2 കമ്പ് എനിക്ക് പാലക്കാട് പോയപ്പോൾ ഒരാൾ തന്നാണ്, ഒരു പുള്ളിക്കാരത്തി. അത് റോസ് നല്ല രസമല്ലേ? ഇളം റോസ് കളർ.
കലാഞ്ചി കട്ടിങ്സ് ഒടിച്ച് നട്ട് നമുക്ക് വേറെ പിടിപ്പിക്കാം കേട്ടോ. ഡെയ്സി ഇവിടെ വെള്ളയുണ്ട്, വൈലറ്റ് കളറും ഉണ്ട്. നല്ല രസമുണ്ട്, 10 മണി പോലെ അല്ലേ. ഡെയ്സിയുടെ കട്ടിങ്സ് കട്ട് ചെയ്തു തണ്ടൊടിച്ച് നടാം. പിന്നെ അതിന് തൈകൾ ഇഷ്ടം പോലെ ഉണ്ടാകും കേട്ടോ. ഒരിക്കൽ നമ്മുടെ വീട്ടിലുണ്ടായ അതിൻ്റെ തൈകൾ പിന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. റോസപ്പൂ ഇത് ബഡ് റോസയാണ്. അതിന് നല്ല കട്ടിയുണ്ട്, എതളിനൊക്കെ നല്ല കട്ടി കണ്ടോ, നല്ല കട്ടിയുണ്ട്. 2-3 ദിവസത്തേന് നിൽക്കുകയും ചെയ്യും. മറ്റേ നാടൻ റോസ് പെട്ടെന്ന് എതള് പൊഴിഞ്ഞു പോകില്ലേ, ഇത് പോവും പെട്ടെന്ന്. നാടൻ റോസിൻ്റെ എതള് പെട്ടെന്ന് കൊഴിഞ്ഞു പോകും. ഇതിൻ്റെ ബഡ് റോസിൻ്റെ കുറേ ദിവസം നിൽക്കും, നല്ല കട്ടിയുള്ള എതളായതുകൊണ്ട്. ഇത് ഈ ബാൾസം കണ്ടോ, നല്ല രസം. ഇതിൻ്റെ റോസ് കളർ ബാൾസം ആയതിന് നല്ല ഭംഗിയുണ്ടല്ലേ. ഇത് കുഞ്ഞു റോസ ഉണ്ടായി വരുന്നേ ഉള്ളേ. കണ്ടോ മഴയത്തൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ടോ റോസപ്പൂ. മുട്ടുകളൊക്കെ ഉണ്ടായി. എല്ലാം ഒടിച്ച് നടാൻ സമയമായി. ഷെയ്ഡി വെച്ചാൽ മതി, അപ്പം നല്ല ഭംഗിയായി. ഉണ്ടോ, തളിർത്തു വരുന്നുണ്ട്. മഴയത്ത് തളിർത്ത് വരുന്നുണ്ട്. ഇവിടെ പച്ചക്കറി വേസ്റ്റിൻ്റെ സ്ലറിയല്ല ഒഴിക്കുകയും 15 ദിവസം കൂടുമ്പോൾ. ഇച്ചിരി പൊങ്ങിപ്പോയിട്ടുണ്ട്, അതുകൊണ്ട് ഇനി വെട്ടിക്കളയണത്. ചെറുതായിട്ട് വെട്ടി നിർത്തും. നല്ല മഴയത്തും കണ്ടോ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഓറഞ്ച് കളർ റോസ്. വെളുത്തുള്ളി വേപ്പെണ്ണ മിശ്രിതം സോപ്പുകളോടെ സ്പ്രേ ചെയ്തു ആഴ്ചതോറും. മഴയത്ത് കീടനാശിനി നല്ലപോലെ തളിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇല്ലേ പുഴുക്കളൊക്കെ വന്നിരിക്കും. ഇത് കുരുടിപ്പ് രോഗം വന്നാൽ നമുക്ക് അതിൻ്റെ കൂമ്പ് ഞുള്ളി കളയണേ. അപ്പോഴില്ലേ പിന്നെ കുറേ ഞുള്ളി കഴിയുമ്പോൾ ഇല്ലേ നല്ല തളിരില വരും. ഞാനങ്ങനെ എപ്പോഴും ഞുള്ളിക്കളയും. ഇതുകൊണ്ട് ഈ ബാൾസ് കണ്ടു നല്ല കളറിൽ. ഇതാണ് വെള്ള ഡെയ്സി കണ്ടോ. ഇത് അതും ഹവായി വിങ്കാറോസ്. വിങ്കാറോസ് പിന്നെ ഇന്നും പൂവുണ്ടാവും. വേനലാകുമ്പോൾ നല്ല തിളങ്ങി ഈ പൂവ് കാണാൻ വെയിലത്ത് നട്ടിട്ടുണ്ടെങ്കിൽ. ഇത് റെഡ് കളർ ബാൾസം. ഇത് മഞ്ഞച്ചെത്തി. ആന്തൂറിയ എപ്പോഴും ഇല്ല കൂട്ടുകാരെ. നല്ല ചകിരിച്ചോറും കരിക്കട്ടയൊക്കെ ഇട്ട് നട്ടാൽ മതി, ഇച്ചിരി മണലൊക്കെ. ഇതുകൊണ്ട് വെള്ള റോസ്, വെള്ള ഡെയ്സി. ചെത്തി എന്ന് പറഞ്ഞാൽ നല്ല വെയിൽ വേണം, ഒന്നെങ്കിൽ ഇല്ലേ നല്ല വെളിച്ചമുള്ളിടത്ത് നടണം, നല്ല കളറ് കിട്ടും. അതുകൊണ്ട് ഈ പൂവിന് നല്ല കളറല്ലേ.
വേറെ മുട്ടുകളുണ്ടായി വരുന്നുണ്ട്, കണ്ടോ? താഴെ കണ്ടോ? ബാൾസ് ആന്തൂറിയം കണ്ടോ? ആന്തൂറിയം ചുവപ്പ് കളർ ആന്തൂറിയം ഉണ്ട്. അത് പൂ ഉണ്ടായിട്ടില്ലേ? ഇതിൽ കൂടുതലുണ്ട്, കണ്ടോ? ഈ റോസയ്ക്ക് പിങ്ക റോസ് റെഡ് കളർ കണ്ടോ? രണ്ട് റോസപ്പൂവ് അല്ല, രണ്ട് ബാൾസപ്പൂ കണ്ടോ? റോസപ്പൂവിൽ തന്നെ. ഇച്ചിരി കൂടെ നല്ല കളറാണ് നേരിട്ട് കാണുമ്പോൾ. ഇത് മൊബൈലിലെ കളർ നല്ല കിട്ടുന്നില്ല. ഈ ഡേയ്സിക്ക് നോക്കാം എത്ര നല്ല വെള്ള അല്ലേ? ഇത് ഞാൻ എപ്പോഴും കൂമ്പ് ഞുള്ളി ഞുള്ളി കളയുക. കുരുടിപ്പ് വരുമ്പോൾ കണ്ട ചെറിയ കുരുടിപ്പ് രോഗം വന്നു. ഓരോ ദിവസം വിടരാറായത് ഞാൻ പോയി വീഡിയോ എടുക്കുന്നതാണ്. വേറെ മുട്ട് വരുന്നുണ്ട്. പിങ്കാ റോസ് ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തണം. അപ്പോൾ ബുഷിയായിട്ട് നിറയെ പൂക്കളുണ്ടാവും. ഇത് വയലറ്റ് പിങ്കാ റോസ്, ഇളം റോസ് കളർ കണ്ടോ? ഇത് നല്ല ഡബിൾ പെറ്റൽ ശംഖുപുഷ്പം മരുന്നു ആ കാഴ്ചയ്ക്ക് നല്ലതാണ്. ഈ ബാൾസത്തേലും വിത്തുണ്ടാകും കൂട്ടുകാരെ, കായ ഉണ്ടായിട്ട് അത് പൊട്ടി വീണ് വേറെ തൈകളുണ്ടാകും. ഇത് 10 മണി കാണാൻ നല്ല ഭംഗിയല്ലേ? അതും മഴ കൊള്ളിക്കാതെ ഷെയ്ഡിൽ വെക്കണം. കൂടുതലും മഴ നനഞ്ഞാൽ അത് മഞ്ഞ കളർ വരും. എന്നിട്ട് കുരുടിപ്പ് രോഗം വന്ന് അത് കേടായി പോവും. വാഴ്സത്തിനൊക്കെ തീരെ കുറച്ച് വെള്ളം ഒഴിക്കാവും. വേനൽക്ക് നല്ല വെള്ളം ഒഴിക്കാം. വേനൽക്ക് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അത് ചിലപ്പം വാടി നിൽക്കുന്നതാണ്. ഇപ്പോൾ 10 മണിയുടെ ഈ കളർ പൂ കണ്ട നല്ല ഭംഗിയല്ലേ? ചെറിയ റോസപ്പൂ പോലെ. ശംഖുപുഷ്പത്തിൻ്റെ കാ പൊട്ടി വീണ് ഇതിലെല്ലാം പിന്നെയും തൈകളുണ്ടാവും. പല കളർ 10 മണി കണ്ടോ? ഞാനത് ഷെയ്ഡിൽ കൊണ്ട് വെച്ചൊക്കെയാണ്. നേരത്തെ ടെറസയിലായിരുന്നു വെയിലത്തെ. നല്ല വേനൽക്കാലത്ത് ടെറസയിലായിരുന്നു. അത് എന്നിട്ട് മാറ്റി ഷെയ്ഡിൽ കൊണ്ട് വെച്ചു. ടെറസിൽ കൊണ്ട് വെച്ചപ്പോൾ കണ്ടോ നിറയെ ശിഖരങ്ങൾ പൊട്ടി പടർന്നു. നല്ല പൂവുണ്ടായി. ഈ കളർ പൂവല്ലേ നല്ല രസമല്ലേ? ഇത് മഴയത്ത് പോകാതിരിക്കാൻ വേണ്ടി ഓരോ ഷേഡിലുള്ള ചെടിച്ചട്ടിയിലെല്ലാം ഒടിച്ചൊടിച്ച് കുത്തി വെക്കണേ. അപ്പം പിടിക്കും. എന്നിട്ട് വേനൊക്കെ അത് നമുക്ക് ചട്ടിയിലാക്കി നടുകയും ചെയ്യാം. അപ്പം നശിച്ചു പോകുകയില്ല. മഴ നനഞ്ഞാൽ അത് നശിച്ചു പോകുന്നത്.
നല്ല കളറല്ലേ റോസയ്ക്ക്, ഓറഞ്ച് കളർ റോസ്. എല്ലാം തന്നെ പോയതായിരുന്നു. ഞാൻ പിന്നെ ഉമ്പ് ഞുള്ളി പിന്നെ പെറ്റിസൈഡും ഫംഗിസൈഡൊക്കെ അടിച്ച് എല്ലാം ശരിയായി. മഴയത്ത് ഇത് എട്ടുകാലി എന്ന് പറഞ്ഞ ഒരു ചെറിയ ജീവിയെ, എട്ടുകാലി പോലത്തെ അതിൻ്റെ കുഞ്ഞുങ്ങൾ വന്നാൽ കൂട് വെക്കുകയെ, അത് പ്രത്യേകം നോക്കണം. എന്നിട്ട് വെളുത്തുള്ളി വേപ്പണ മിശ്രിതം അടിക്കണം, അല്ലെങ്കിൽ സാഫ് അടിച്ചു കൊടുത്താലും മതി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സാഫ് അടിച്ചു കൊടുക്കും. ആന്തൂറിയം നല്ല രസമല്ല റോസ് കളർ. ആമ്പലിവിടെ 2-3 സൈസ് ഉണ്ട്, ഒരെണ്ണം പൂവിട്ടുള്ളൂ. ഉണ്ടാവും, ഇതിൻ്റെ അകത്ത് 2 സൈസ് നട്ടിട്ടുണ്ട്. നല്ല കളറല്ലേ. മഴ പെയ്തപ്പോൾ നിറയെ വെള്ളമായി. ഞാൻ ചാണകപ്പൊടിയും കടലപ്പിണ്ണാക്കും വേപ്പും പിണ്ണാക്കൊക്കെ കൂട്ടി നട്ടതേ. എല്ലുപൊടി, ഇത് കണ്ടോ ചെമ്പകം വിരിഞ്ഞ എന്നാ മണമൊന്ന്, മിറ്റം മുഴുവൻ നല്ല മണം. ഇതുണ്ടോ നല്ല പൂവ്. മുടിയെ ചൂടാണ്, നല്ല മണം കേട്ടോ. എത്ര എണ്ണമാണെന്ന് നോക്കാം. ഇതുപോലെയുള്ള പറിച്ച് മുടിയെ ചൂടുണ്ട്. ഇതിൻ്റെ മഞ്ഞയുണ്ട്, ഓറഞ്ച് കളറുണ്ട്, വെള്ളയുണ്ട്. ഇവിടെ വെള്ളം മാത്രമുള്ള, മഞ്ഞയെ ഞാൻ കണ്ടിട്ടുണ്ട്. കേട്ടോ, ഇത് എയർപോർട്ടിലാണ് നട്ടേക്കുന്നത്. ഇത് പൂ വിരിഞ്ഞ മുറ്റത്തോട്ട് ഇറങ്ങുമ്പോഴേ നല്ല മണം. ഡെയ്സി ഒറ്റ നോട്ടം നോക്കിയാൽ 10 മണിച്ചെടിയുടെ പൂവല്ലേ. ഇത് മുല്ല കണ്ടോ, മുല്ല തണലത്തായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പറിച്ചു കൊണ്ടുവന്ന് വെയിൽ അടിക്കുന്നിടത്ത് നട്ടു. അപ്പോൾ പൂക്കൾ ഉണ്ടായി കണ്ടോ. ഇത് ലില്ലിച്ചെടി കണ്ടോ. ലില്ലിച്ചെടിക്ക് എന്ന് പറഞ്ഞാൽ നല്ല മണമാണ് പൂക്കളുണ്ടാകുമ്പോഴേ. ചെമ്പകത്തിൻ്റെ കണക്ക് ലില്ലിച്ചെടിക്ക് നല്ല മണം, ലില്ലിപ്പൂവിന്. മുല്ലയ്ക്ക് മണം, മുല്ല, ചെമ്പകം, ലില്ലിപ്പൂ, ഈ വെള്ളപ്പൂവൊക്കെ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ, ചെമ്പകമൊക്കെ നട്ടുപിടിപ്പിച്ചാൽ നല്ല മണമായിരിക്കും വിരിഞ്ഞ് വരുമ്പോൾ. നിറയെ പൂക്കളായി. ചെമ്പകപ്പൂ മൊട്ട് കണ്ടോ. ഇത് നമ്മുടെ അദീനിയം. നല്ല രസമല്ലേ അദീനിയം കാണാൻ. അദീനിയം ഇവിടെ 2-3 കളറുണ്ട്. താങ്ക് യു കൂട്ടുകാർ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇത് വെള്ള അദീനിയം കണ്ടോ. അത് മഴത്തായിരുന്നു, അതുകൊണ്ട് ഇലയെല്ലാം മഞ്ഞ കളർ വന്നേ. അത് നമുക്ക് ആ മഞ്ഞ ഇലയെല്ലാം അടത്തി കളഞ്ഞാൽ മതി, പിന്നെ കുഴപ്പമൊന്നുമില്ല, നല്ലതായിട്ട്